നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടായാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു വിചിന്തനമൊക്കെ ഉണ്ടാകും. ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള അടുത്ത മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കും. രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയനും അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ഒരു മുൻതൂക്കം നൽകുന്നു എന്നാണ് സൂചന. സാധാരണഗതിയിൽ ഡാമേജുകൾ ഉണ്ടായാൽ എന്തെങ്കിലും താത്വിക അവലോകനം നടത്തി മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയനും ഇടതുപക്ഷവും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആ താത്വിക അവലോകനം കൊണ്ടൊന്നും കാര്യമില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താത്വിക അവലോകനത്തോടൊപ്പം പിണറായി വിജയൻ 3 വർഷത്തെ പ്രോഗ്രസ് കാർഡൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ പ്രോഗ്രസ് കാർഡ് പുറത്തുവിടാൻ തുടങ്ങുന്നു. പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് പ്രകാശനം. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഇത് ഏറ്റുവാങ്ങും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ചടങ്ങിൽ ചീഫ് സെക്രട്ടറി വി വേണു സ്വാഗതം ആശംസിക്കും. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, എം കെ ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ബി ഗണേഷ് കുമാർ എന്നിവർ പ്രസംഗിക്കും. മറ്റു മന്ത്രിമാർ സന്നിഹിതരായിരിക്കും. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ നന്ദി പ്രകാശിപ്പിക്കും. എന്നാൽ LDF-ൽ വലിയ അഴിച്ചുപണി വേണമെന്നും മുതിർന്ന CPI നേതാവ് സി ദിവാകരനും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നേറ്റ തിരിച്ചടി പരിശോധിക്കണമെന്നും തിരുത്തേണ്ടവ തിരുത്തി മുന്നോട്ട് പോകണമെന്നും സി ദിവാകരൻ വ്യക്തമാക്കുന്നു. അതേസമയം യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നും സി ദിവാകരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. LDF-ൽ ആവശ്യമായ തിരുത്തൽ വേണം. യുവാക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം. നേതൃനിരയിൽ വലിയ അഴിച്ചുപണി ആവശ്യമാണ്. അതിന് ആരുടെയും മാനസികാവസ്ഥ നോക്കിയിട്ട് കാര്യമില്ലെന്നും സി ദിവാകരൻ വ്യക്തമാക്കുന്നു. പുതുതലമുറയാണ് ഇത്തവണ വലിയ ശക്തിയായി വന്നിട്ടുള്ളതെന്നും അത് തിരിച്ചറിഞ്ഞുള്ള മാറ്റം ഉണ്ടാകണമെന്നും സി ദിവാകരൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വില കുറച്ച് കണ്ടതാണ് LDF-ന് തിരിച്ചടിയായത്. എവിടെ നിന്നോ വന്ന ഒരാളെന്ന രീതിയിൽ കണ്ടു. തലസ്ഥാനത്ത് മുന്നൊരുക്കമുണ്ടായില്ല. തൃശൂരിൽ BJPക്ക് കോൺഗ്രസ് വോട്ടുകളാണ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഹോംവർക്ക് നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും സി ദിവാകരൻ പറയുന്നു. തൃശൂരിലെ കാര്യം പറയുമ്പോൾ തൃശൂരിൽ BJPക്ക് കിട്ടിയ വോട്ടുകളെല്ലാം കോൺഗ്രസിൻ്റെതാണ് എന്ന വാദം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അതുപോലെ ആലത്തൂരിൽ നമുക്ക് അങ്ങനെ തന്നെ സംശയിക്കാം. എന്നാൽ ബാക്കിയുള്ള 18 മണ്ഡലങ്ങളിൽ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ താത്വിക അവലോകനം നടത്തി CPM പറയുന്നത് CPM-ന് വോട്ടുകളൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ്. 10% വോട്ട് നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും വോട്ട് പെർസെൻറ്റേജിൽ മാറ്റം വന്നിട്ടില്ല എന്നും വോട്ടുകൾ കിട്ടിയതെല്ലാം കോൺഗ്രസിന്റെ വോട്ടുകളാണ് BJPക്ക് കിട്ടിയതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കോൺഗ്രസ് വോട്ട് BJP വോട്ടൊന്നുമില്ല. അടിസ്ഥാനപരമായി കുറച്ച് വോട്ടുകൾ അല്ലെങ്കിൽ ഹാർഡ് കോർ ആയിട്ടുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഉണ്ടാകും. ബാക്കിയുള്ള വോട്ടുകൾ എല്ലാ കാലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM-ന്റെ പല വോട്ടുകളും കേഡർ വോട്ടുകൾ പോലും ചോർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. CPM-ന്റെ കേഡർ വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് പറയാൻ കാരണം കണ്ണൂരിൽ ധർമ്മടത്തടക്കം അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഭരണവിരുദ്ധ വികാരം നന്നായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മറുപടി. ഇനി ഡാമേജ് കൺട്രോൾ ചെയ്യാൻ പ്രോഗ്രസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന അടക്കമുണ്ടാകാനുള്ള സാധ്യതകളിലേക്കും നമുക്ക് വിരൽ ചൂണ്ടാവുന്നതാണ്.